ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരവും നിഗൂഢവുമായ ഒരു കഥയിലേക്കാണ് പോകുന്നത്. ഒരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റിന്റെ റിയോ തൽസുഗി എന്ന സ്ത്രീയുടെ സ്വപ്നങ്ങളിൽ നിന്ന് ഉടലെടുത്ത പ്രവചനങ്ങളുടെ കഥ. 1999-ൽ അവർ വതാഷി ഗ മിത മിറായി എന്ന മാംഗ പുസ്തകത്തിൽ 2011 മാർച്ചിൽ ഒരു മഹാദുരന്തം, ഒരു സുനാമി ജപ്പാനെ തകർക്കുമെന്ന് പ്രവചിച്ചു. ആ വർഷം 2011 മാർച്ച് 11-ന് തോഹോകു ഭൂകമ്പവും സുനാമിയും ജപ്പാനെ തകർത്തു. 18,000-ലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു. ഫുകുഷിമ ഡൈച്ചി ന്യൂക്ലിയർ പ്ലാന്റിൽ ഒരു ദുരന്തം സൃഷ്ടിച്ചു. ഈ പ്രവചനം റിയോ തൽസുഗിയെ ഒരു പ്രവാചകിയായി ജാപ്പനീസ് ബാബ വങ്ക എന്ന പേര് നേടിക്കൊടുത്തു. പിന്നീട് അവർ കോവിഡ്-19 പാൻഡമിക്, പ്രിൻസസ് ഡയാനയുടെയും ഫ്രെഡി മെർക്കുറിയുടെയും മരണം തുടങ്ങിയവയും പ്രവചിച്ചതായി അവകാശപ്പെടുന്നു. 2021-ൽ വതാഷി ഗ മിത മിറായിയുടെ പുതുക്കിയ പതിപ്പിൽ അവർ ഒരു പുതിയ പ്രവചനം മുന്നോട്ടുവെച്ചു. 2025 ജൂലൈ 5-ന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു വലിയ പൊട്ടിത്തെറി 2011-നേക്കാൾ 3 വലിയ ഒരു സുനാമി ഉണ്ടാക്കുമെന്ന്. ഈ പ്രവചനം ജപ്പാനിൽ ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. ടൂറിസം വ്യവസായത്തെ തകർത്തു, ഒപ്പം ശാസ്ത്രലോകത്തെ ചർച്ചകളിലേക്ക് നയിച്ചു. ഈ വീഡിയോയിൽ റിയോ തൽസുഗിയുടെ പ്രവചനങ്ങളുടെ കഥ, 2011-ലെ സുനാമി, കോവിഡ്, ജൂലൈ 5 ദുരന്ത പ്രവചനം, ശാസ്ത്രീയ വീക്ഷണങ്ങൾ, ഒപ്പം ഈ പ്രവചനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മൾ പര്യവേഷണം ചെയ്യും. ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ നിഗൂഢ യാത്രയ്ക്ക് തയ്യാറാകൂ, കാരണം ഇത് ഒരു ആവേശകരമായ അനുഭവമാണ്. റിയോ തൽസുഗി ഒരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റാണ്. 1999-ൽ വതാഷി ഗ മിത മിറായി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വലിയ ശ്രദ്ധ നേടിയില്ല. പക്ഷേ 2011-ൽ തോഹോകു ഭൂകമ്പവും സുനാമിയും സംഭവിച്ചപ്പോൾ അവരുടെ പുസ്തകത്തിന്റെ കവറിൽ 2011 മാർച്ചിലെ മഹാദുരന്തം എന്നെഴുതിയിരുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 9.0 മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പം ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്ത് ഒരു വിനാശകരമായ സുനാമി ഉണ്ടാക്കി. ഫുകുഷിമ ഡൈച്ചി ന്യൂക്ലിയർ പ്ലാന്റിൽ ഒരു മെൽറ്റ്ഡൗൺ സൃഷ്ടിച്ചു. ഈ ദുരന്തം 18,000-ലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു, ഒപ്പം ജപ്പാന്റെ സാമ്പത്തിക-സാമൂഹിക ഘടനയെ തകർത്തു. തൽസുഗിയുടെ പ്രവചനം ഈ ദുരന്തവുമായി ചേർത്തുവെച്ചപ്പോൾ അവർക്ക് ഒരു പ്രവാചകിയുടെ പ്രതിച്ഛായ നേടിക്കൊടുത്തു. 1980-കളുടെ തുടക്കത്തിൽ അവർക്ക് സ്വപ്നങ്ങളിൽ പ്രവചനാത്മക ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതായി അവർ അവകാശപ്പെടുന്നു. 1976-ൽ ഫ്രെഡി മെർക്കുറി, ക്വീൻ ബാൻഡിന്റെ ഗായകൻ, മരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടതായി അവർ പറയുന്നു. 1991-ൽ അദ്ദേഹം മരിച്ചപ്പോൾ ഈ പ്രവചനവും ശ്രദ്ധേയമായി. 1997-ൽ പ്രിൻസസ് ഡയാന ഒരു പാലസിന്റെ ഇടനാഴിയിൽ നിൽക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു. അതേ വർഷം അവരുടെ മരണവും സംഭവിച്ചു. കോവിഡ്-19 പാൻഡമിക് 2020-ൽ ലോകത്തെ ബാധിക്കുന്നതിനു മുമ്പ് അവർ ഒരു ആഗോള രോഗവ്യാപനം പ്രവചിച്ചതായും അവകാശപ്പെടുന്നു. ഈ പ്രവചനങ്ങൾ അവരുടെ മാംഗയെ ഒരു കൾട്ട് ഫോളോയിങ് നേടിക്കൊടുത്തു, ഒപ്പം ജാപ്പനീസ് ബാബ വങ്ക എന്ന വിളിപ്പേര് നേടാനും സഹായിച്ചു. 2021-ൽ വതാഷി ഗ മിത മിറായിയുടെ പുതുക്കിയ പതിപ്പ് പുറത്തിറങ്ങി. അതിൽ ഒരു പുതിയ പ്രവചനമുണ്ടായിരുന്നു. 2025 ജൂലൈ 5-ന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു വലിയ വിള്ളലുണ്ടാകും. അത് 2011-നേക്കാൾ 3 വലിയ ഒരു സുനാമി ഉണ്ടാക്കും. ഈ പ്രവചനം സമുദ്രം തിളയ്ക്കും, ഭീമാകാരമായ കുമിളകൾ ഉയരും, തീരദേശ നഗരങ്ങൾ കടലിൽ മുങ്ങും എന്ന വിവരണത്തോടെയാണ് അവർ അവതരിപ്പിച്ചത്. ഈ ദർശനം ജപ്പാന്റെ തെക്കുപടിഞ്ഞാറൻ തീരത്ത്, പ്രത്യേകിച്ച് കഗോഷിമ, കുമാമോട്ടോ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരു മഹാദുരന്തം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക്, എക്സ്, റെഡിറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായി, ഒപ്പം ജപ്പാനിൽ വലിയ ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഹോങ്കോങ്, ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യാത്രകൾ റദ്ദാക്കി. ഫ്ലൈറ്റുകളും ഹോട്ടൽ ബുക്കിംഗുകളും 30% വരെ കുറഞ്ഞു. ഗ്രേറ്റർ ബേ എയർലൈൻസ് പോലുള്ള കമ്പനികൾ ജൂലൈ-ഓഗസ്റ്റ് മാസങ്ങളിൽ കഗോഷിമയിലേക്കും കുമാമോട്ടോയിലേക്കുമുള്ള ഫ്ലൈറ്റുകൾ വെട്ടിക്കുറച്ചു. ഈ പ്രവചനം ജപ്പാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ വലിയ തോതിൽ ബാധിച്ചു. പക്ഷേ ഈ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? ജപ്പാനിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഒരു ഭൂകമ്പത്തിന്റെ തീയതി, സമയം, സ്ഥലം എന്നിവ കൃത്യമായി പ്രവചിക്കാൻ നിലവിലെ ശാസ്ത്രത്തിന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു. ജപ്പാൻ കാബിനറ്റ് ഓഫീസിന്റെ ഡിസാസ്റ്റർ പ്രിവൻഷൻ ഡിവിഷൻ എക്സിൽ ഒരു പോസ്റ്റിൽ, നിലവിലെ ശാസ്ത്രീയ അറിവുകൾ കൊണ്ട് ഭൂകമ്പങ്ങളെ കൃത്യമായി പ്രവചിക്കാൻ പ്രയാസമാണ്, എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞു. ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നാവോയ സെഗിയ ദുരന്തങ്ങൾക്ക് എപ്പോഴും തയ്യാറായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു, അല്ലാതെ അടിസ്ഥാനമില്ലാത്ത പ്രവചനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്ന് പറയുന്നു.
ജപ്പാൻ റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന പസഫിക് ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറിയിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും സാധാരണമാണ്. 2025-ൽ ടോഗാറ ദ്വീപുകളിൽ 500-ലധികം ചെറിയ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇത് ജനങ്ങളുടെ ഭയത്തെ വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ഭൂകമ്പങ്ങൾ ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നോടിയല്ലെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. 2011 ശേഷം വതാഷി ഗ മിത മിറായി ഒരു ബെസ്റ്റ് സെല്ലറായി. അവരുടെ പ്രവചനങ്ങൾ ജനങ്ങളുടെ ഭാവനയെ പിടിച്ചുലച്ചു. എന്നാൽ ഈ പ്രവചനങ്ങൾ സർവൈവ് ആസിന്റെ ഒരു ഉദാഹരണമാകാമെന്ന് ചിലർ വാദിക്കുന്നു. അതായത് നമ്മൾ ശരിയായ പ്രവചനങ്ങൾ മാത്രം ഓർക്കുന്നു, തെറ്റായവ മറക്കുന്നു. ഉദാഹരണത്തിന് 1988-ലെ അകിറ എന്ന ജാപ്പനീസ് ആനിമേറ്റഡ് മൂവി 2020-ൽ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുമെന്ന് പ്രവചിച്ചു, അത് ശരിയായി. പക്ഷേ അതുപോലെ തെറ്റായ ഒരുപാട് പ്രവചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. തൽസുഗിയുടെ 2011 പ്രവചനവും ഒരുപക്ഷേ യാദൃശ്ചികമാകാം. 2021-ലെ പുതിയ പ്രവചനത്തിനു മുമ്പ് അവർ പല പ്രവചനങ്ങൾ നടത്തിയിരിക്കാം, അവയിൽ ഭൂരിഭാഗവും തെറ്റായിരിക്കാം, പക്ഷേ 2011-ന്റെ കൃത്യത അവയെ മറച്ചു. എന്നിരുന്നാലും ജനങ്ങളുടെ ഭയം ഈ പ്രവചനത്തെ ഒരു വലിയ സംഭവമാക്കി മാറ്റി. 2025 ജൂലൈ 5 അടുക്കുമ്പോൾ ജപ്പാൻ ഒരു മുൾമുനയിലാണ്. സോഷ്യൽ മീഡിയയിൽ ജൂലൈ 5 സുനാമി എന്ന തെരച്ചിലുകൾ കുതിച്ചുയർന്നു, ഒപ്പം ജനങ്ങൾ തൽസുഗിയുടെ പ്രവചനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എക്സിൽ ഒരു ഉപയോക്താവ് എഴുതി, റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ, കോവിഡ്, ഡയാന, ഭൂകമ്പങ്ങൾ, ഇപ്പോൾ ഒരു മഹാസുനാമി. നമ്മൾ തയ്യാറല്ല. എന്നാൽ തൽസുഗി തന്നെ അടുത്തിടെ ഈ തീയതിയിൽ നിന്ന് അല്പം പിന്മാറി. ആ ദിവസം ഒരു ദുരന്തം സംഭവിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ദി ഏഞ്ചൽസ് ടെസ്റ്റമെന്റ് എന്ന പുതിയ പുസ്തകത്തിൽ ദുരന്ത ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ജാപ്പനീസ് ബുദ്ധിസ്റ്റ് സന്യാസി ഡൈവുൻ മിക്കി ഈ വർഷം ദുരന്തം സംഭവിച്ചില്ലെങ്കിൽ തന്റെ സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹവും ഷിൻസോ ആബെയുടെ വധശ്രമം പ്രവചിച്ചിരുന്നു. ഈ പ്രവചനങ്ങൾ ജനങ്ങളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നു, പക്ഷേ ശാസ്ത്രം ഇവയെ അടിസ്ഥാനമില്ലാത്തവയായി കാണുന്നു. ജപ്പാന്റെ ദുരന്ത തയ്യാറെടുപ്പ് ലോകത്തിലെ ഏറ്റവും മികച്ചതാണ്. നാഷണൽ ജിയോഗ്രാഫിക് പറയുന്നതനുസരിച്ച് സുനാമികൾ ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറികളിലെ ഭൂകമ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജപ്പാൻ പസഫിക് സുനാമി വാർണിംഗ് സിസ്റ്റം, സീസ്മിക് ഉപകരണങ്ങൾ, വാട്ടർ ലെവൽ ഗേജുകൾ എന്നിവ ഉപയോഗിച്ച് ദുരന്തങ്ങളെ നേരിടാൻ തയ്യാറാണ്. 2025 മാർച്ചിൽ ഗവൺമെന്റ് നങ്കായ ട്രോ എന്ന 800 കിലോമീറ്റർ അണ്ടർസീ ഫോൾട്ട് ലൈനിൽ ഒരു മെഗാക്വേക്ക് 2,98,000 മരണങ്ങൾക്കും $2 ട്രില്യൺ നാശനഷ്ടത്തിനും കാരണമാകാമെന്ന് കണക്കാക്കി പുതിയ ദുരന്ത തയ്യാറെടുപ്പ് പ്ലാൻ പ്രഖ്യാപിച്ചു. എംബാങ്ക്മെന്റുകൾ, സുനാമി റെസിസ്റ്റന്റ് ഷെൽട്ടറുകൾ, ഒപ്പം ദേശവ്യാപക ഡ്രില്ലുകൾ ഈ പ്ലാനിന്റെ ഭാഗമാണ്. തൽസുഗിയുടെ പ്രവചനം ഈ തയ്യാറെടുപ്പുകളെ ഒരുപക്ഷേ കൂടുതൽ ശക്തിപ്പെടുത്തിയേക്കാം, പക്ഷേ ശാസ്ത്രീയമല്ലാത്ത ഭയം സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമായി. ഈ പ്രവചനങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതം വലുതാണ്. ജപ്പാൻ ഒരു ദുരന്തപ്രോൺ രാജ്യമാണ്. 2011-ന്റെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. തൽസുഗിയുടെ പ്രവചനം ഈ ഭയത്തെ ഉണർത്തി, ഒപ്പം ടൂറിസം തകർച്ചയിലേക്ക് നയിച്ചു. ഫാങ് ഷൂയ് പ്രാക്ടീഷണർമാർ ജൂൺ-ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു വലിയ ഭൂകമ്പം പ്രവചിച്ച് ഈ ഭയത്തെ വർദ്ധിപ്പിച്ചു. എന്നാൽ ശാസ്ത്രജ്ഞർ ജനങ്ങളോട് ശാന്തരാകാൻ ആവശ്യപ്പെടുന്നു, കൃത്യമായ ദുരന്ത പ്രവചനം അസാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 5 ഒരു ദുരന്തം കൂടാതെ കടന്നുപോയാൽ ജനങ്ങൾ ഒരുപക്ഷേ ഈ ഭയത്തെ ചിരിച്ചുതള്ളും, അല്ലെങ്കിൽ കൂടുതൽ തയ്യാറെടുപ്പോടെ മുന്നോട്ടു പോകും. തൽസുഗി ഇതിനകം ഈ തീയതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, ഒരുപക്ഷേ പുതിയ പ്രവചനങ്ങളുമായി വീണ്ടും ഉയർന്നുവന്നേക്കാം, അല്ലെങ്കിൽ മങ്ങിപ്പോകാം. ഈ വീഡിയോ റിയോ തൽസുഗിയുടെ പ്രവചനങ്ങളുടെ 2011-ലെ സുനാമി മുതൽ കോവിഡ് ജൂലൈ 5 ദുരന്ത പ്രവചനം വരെയുള്ള കഥ പറഞ്ഞു. ഈ പ്രവചനങ്ങൾ ശാസ്ത്രീയമല്ലെങ്കിലും ജനങ്ങളുടെ ഭയവും ഭാവനയും ഉണർത്തി, ഒപ്പം ജപ്പാന്റെ ദുരന്ത തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.